അല്ല അതാണ് ഇപ്പം പ്ലാൻ ബി ആണ് ആദ്യം നടന്നിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെ ഇറങ്ങിയിരിക്കുകയാണ്. ജനങ്ങൾ ഈ കാര്യത്തെല്ലാം പൂർണ്ണ ബോധ്യമുള്ളവരാണ്. നമ്മുടെ നാടിൻ്റെ വികസനം തടയത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടലും പാടില്ല എന്ന് അതാണ് ജനങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലും നിർഭാഗ്യകരമായൊരു വശം ഉണ്ടായത്, ഈ സാങ്കേതികമായി പറഞ്ഞാൽ പ്രതിപക്ഷം ഇല്ലാലോ എന്ന് ഈ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ പറയാം. പക്ഷേ ജനങ്ങളാകെ ഒറ്റക്കെട്ട് തന്നെയാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. കേരളത്തിൻ്റെ അഭിപ്രായം ഒറ്റക്കെട്ടായി അവതരിപ്പിക്കുകയാണ്. അതിന് പുറമേ ഉള്ള നടപടികളും എന്താണെന്നുള്ളത് അതിൻ്റെ ക്രമമനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ഇതോടുകൂടി അവസാനിക്കില്ല കാര്യങ്ങളാകെ. നമുക്കേതായാലും മുന്നോട്ട് പോയേ തീരും, നമുക്ക് അതിജീവിച്ചേ തീരും. പക്ഷേ നാം നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം അത് ശരിയായ രീതിയിൽ നാം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളും ഈ ആരോഗ്യകരമായ നിലപാട് സ്വീകരിച്ചു പോകണം. ഇത് കേരളത്തിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമായിട്ടാണ് വരിക. കുറേ കാലത്തേക്ക് കേരളത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെ തടയാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇടപെടലാണ് വരുന്നത്. അത് അതേ രീതിയിൽ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. മറ്റ് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ജീവിക്കുന്നവരെ നിലക്ക് തമ്മിലൊക്കെ ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസമല്ല ഇപ്പോൾ ഊന്നൽ കൊടുക്കേണ്ടത്. ഈ നാടിൻ്റെ നിലനിൽപ്പാണല്ലോ പ്രധാനം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സന്ദർഭം ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള ഗൗരവത്തോടെ ഉയരാനും ഇടപെടാനും എല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. അതിൽ പ്രതിപക്ഷവും ഈ കാര്യം ഗൗരവമായിട്ട് ആലോചിക്കണമെന്ന് തന്നെയാണ് അവരോട് അഭ്യർത്ഥിക്കാറുള്ളത്.